നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ആരാധകർ കാത്തിരിക്കുന്ന ദിവസം ഇന്നാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ടെസ്റ്റുകളിൽ ഒന്ന് ഇതാണ്. സെമി ഫൈനലിലേക്ക് എത്തണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, തോൽക്കാതിരിക്കണം. അതായത് ഇന്ന് മുംബൈ സിറ്റി FCയോട് സമനിലയോ വിജയമോ നേടാൻ പറ്റിയാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് കടന്നു പോകാൻ പറ്റും. അപ്പോൾ ഇന്ന് കളി മാറും, എല്ലാം കൊണ്ടും കളി മാറും. നമ്മൾ കളി കാണുന്നതും മാറും. ഇതുവരെ നമ്മൾ AFFൻ്റെ യൂട്യൂബ് ചാനലിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 2 കളികളും കണ്ടതെങ്കിൽ ഇന്നത്തെ കളി ജിയോ ഹോട്ട്സ്റ്റാറിലും അതുപോലെ തന്നെ സ്റ്റാർ സ്പോർട്സ് ഖേലിലുമാണ് നമുക്ക് കാണാൻ പറ്റുക. TV-യിൽ സ്റ്റാർ സ്പോർട്സ് ഖേലിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ മൊബൈലിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിവൈസിലോ ഒക്കെ നമുക്ക് ലൈവ് സ്ട്രീമിംഗ് ജിയോ ഹോട്ട്സ്റ്റാറിലും കാണാൻ പറ്റും. മത്സരം ഇന്ന് ഫറ്റോഡ സ്റ്റേഡിയത്തിലാണ്. ഈ സൂപ്പർ കപ്പിൽ അങ്ങനെയാണല്ലോ, ഫറ്റോഡ സ്റ്റേഡിയത്തിലെ മത്സരങ്ങളൊക്കെ ജിയോ ഹോട്ട്സ്റ്റാറിലും അതുപോലെ സ്റ്റാർ സ്പോർട്സ് ഖേലിലുമായിട്ടാണ് കാണിക്കുന്നത്. ബാക്കി മത്സരങ്ങൾ AFFൻ്റെ യൂട്യൂബ് ചാനലിലും. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ കളി കാണുന്നതും മാറും, കളിയും മാറും, കളിയുടെ സമയവും മാറും. ഇന്നത്തെ മത്സരം രാത്രി 7:30 ആരംഭിക്കുക. അപ്പോൾ അതും ശ്രദ്ധിക്കുക. എന്തായാലും അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടം ഇന്ന് നടക്കുമെന്ന കാര്യം ഉറപ്പാണ്. മുംബൈ സിറ്റി FCക്ക് കഴിഞ്ഞ കളിയിൽ കാലിടറി രാജസ്ഥാൻ യുണൈറ്റഡിനെതിരെ എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സിനെ ഇപ്പോൾ മികച്ചൊരു പൊസിഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് Dയിൽ 2 കളികൾ 2ഉം ജയിച്ച ഒരേ ഒരു ടീമേ ഉള്ളൂ, അത് കേരള ബ്ലാസ്റ്റേഴ്സാണ്. 6 പോയിന്റോടെ ഒന്നാമത്, 2 കളി 1 ജയം 1 തോൽവി 3 പോയിന്റോടെ മുംബൈ സിറ്റി രണ്ടാമത്. രാജസ്ഥാൻ യുണൈറ്റഡ് 2 കളി 1 ജയം 1 തോൽവി 3 പോയിന്റോടെ മൂന്നാമത്. സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിക്ക് 2 കളി 2ഉം തോറ്റിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിക്കെതിരെ രാജസ്ഥാൻ യുണൈറ്റഡ് കളിയുണ്ട്, ജയിച്ച അവർക്ക് 6 പോയിന്റ് ആവും. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി FCയോട് തോൽക്കാതിരുന്നാൽ മാത്രം മതി, 7 പോയിന്റ് ആകും, സെമി ഫൈനലിലേക്ക് കടന്നു പോകാം. ബ്ലാസ്റ്റേഴ്സ് തോറ്റാൽ പക്ഷേ കളി മാറും, കഥ മാറും, കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല. അപ്പോൾ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ജയിച്ച് കയറണം, അല്ലെങ്കിൽ സമനിലയെങ്കിലും പിടിക്കണം. അപ്പോൾ സമനില മതി എന്ന രൂപത്തിൽ ഫുൾ ഡിഫൻസിലേക്ക്, സമ്പൂർണ്ണമായ പ്രതിരോധത്തിലേക്ക് വലിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഡിഫൻസിന് കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ടീം ഇറക്കാനാണ് സാധ്യത. ഒരു പക്ഷേ 2 ഡിഫൻസീവ് മിഡിനെയൊക്കെ വെച്ചുകൊണ്ട്, 4 ഡിഫൻഡർമാരെ കൂടാതെ 2 ഡിഫൻസീവ് മിഡിനെയൊക്കെ വെച്ചുകൊണ്ട് കൂടുതൽ ഡിഫൻസ് കരുത്താക്കിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇന്നാണ് ഏറ്റവും വലിയ ടെസ്റ്റ്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും എതിരാളികൾ അത്രത്തോളം മികച്ചവരായിരുന്നില്ല. മുംബൈ സിറ്റി കഴിഞ്ഞ കളി തോറ്റിട്ടുണ്ടെങ്കിലും അവരവരുടെ മികവിലേക്ക് ഉയർന്നാൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടാകും. ഇന്നൊരു ടെസ്റ്റാണ്. ഇന്ന് ജയിച്ച് കയറി, അല്ലെങ്കിൽ ഇന്ന് സമനിലെങ്കിലും പിടിച്ച് സെമിയിലേക്ക് കയറി സെമിയിൽ FC ഗോവയെ കൂടി വീഴ്ത്താൻ പറ്റിയാൽ നമുക്ക് ഉറപ്പിക്കാം ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സ് വേറെ ലെവലാണെന്ന്. അല്ലാതെ കഴിഞ്ഞ 2 കളി വെച്ചുകൊണ്ട് നമുക്കൊന്നും അത്രയധികം വിലയിരുത്താൻ പറ്റില്ല. ഏതായാലും കാത്തിരിക്കാം ഇന്നത്തെ സൂപ്പർ പോരാട്ടത്തിനായി. ബ്ലാസ്റ്റേഴ്സ് സെമി ഫൈനലിലേക്ക് മാർച്ച് ചെയ്യട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.